എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നലെ തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ 2 സിനിമകളെ അടക്കം 4 സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരോട് പറയുന്നത്. ആദ്യത്തെ സിനിമ ഇന്നലെ തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ ആസിഫ് അലി നായകനെത്തിയ സിനിമ കൂടിയാണല്ലോ സർക്കിട്ട്. തമറിന്റെ സംവിധാനത്തിൽ ആസിഫ് അലി നായകനാക്കി ഇന്നലെ തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ മികച്ച അഭിപ്രായങ്ങൾ നേടിയ സിനിമ കൂടിയാണല്ലോ സർക്കിട്ട്. ഇപ്പോൾ ഇത് ചിത്രത്തിന്റെ ആദ്യ ദിന കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ സർക്കിട്ട് എന്ന സിനിമ ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 35 ലക്ഷം രൂപ മാത്രമാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ചിത്രം ആദ്യ ദിനം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഏകദേശം 70 ലക്ഷം 1 കോടി റേഞ്ചിലാണ് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനും പ്രതീക്ഷിക്കുന്നത്. വലിയ ഹൈപ്പോ പ്രമോഷനോ ഒന്നും തന്നെ ഇല്ലാതെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത സിനിമ കൂടിയാണ് സർക്കിട്ട്. ചിത്രം ഈ വീക്കിനോട് തന്നെ മികച്ച കളക്ഷനിലേക്ക് എത്തപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ വരാൻ പോകുന്ന ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതേസമയം ഇന്നലെ തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയ മറ്റൊരു മലയാള സിനിമയാണല്ലോ പടക്കളം. മനു സ്വരാജിന്റെ സംവിധാനത്തിൽ ഷറഫുദ്ദീൻ നായകനാക്കി ഇന്നലെ തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ മികച്ച അഭിപ്രായങ്ങൾ നേടിയ സിനിമയുടെ ആദ്യ ദിന കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ പടക്കളം എന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ ആദ്യ ദിനം 25 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അതേസമയം പടക്കളം എന്ന സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം 50 ലക്ഷം 60 ലക്ഷം റേഞ്ചിലാണ് ചിത്രത്തിന്റെ ആദ്യ ദിന വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനും പ്രതീക്ഷിക്കുന്നത്. അടുത്ത സിനിമ ലാലേട്ടൻ നായകനാക്കി തരുൺ മൂർത്തി സംവിധാനം ചെയ്ത് കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത ബ്ലോക്ക് ബസ്റ്റർ വിജയമായി മാറിയ സിനിമ കൂടിയാണല്ലോ തുടരും. നിലവിൽ 14 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന തുടരും എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ 14 ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 3 കോടിയോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ആദ്യ 14 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 83 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേസമയം തുടരുമെന്ന സിനിമ ആദ്യ 13 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 178 കോടിയോളം ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ 14 ദിവസമായി ഇന്നലെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 5 കോടിയോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ആദ്യ 14 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 153 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ പുതിയ സിനിമകൾ റിലീസിന് എത്തിയിട്ടുണ്ടെങ്കിൽ പോലും മികച്ച ഹോൾഡാണ് ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിലാണെങ്കിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലാണെങ്കിലും കാണാൻ സാധിക്കുന്നത്. അതേസമയം കഴിഞ്ഞ മാസം വിഷു പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തി വിഷു വിന്നറായി മാറിയ സിനിമ കൂടിയാണല്ലോ ഖാലിദ് റഹ്മാന്റെ സംവിധാനത്തിൽ നസ്രീനെ നായകനാക്കി തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ ആലപ്പുഴ ജിംഖാന. നിലവിൽ 28 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിൽ പിന്നിടുന്ന ആലപ്പുഴ ജിംഖാന എന്ന സിനിമയുടെ ഏറ്റവും പുതിയ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 28 ദിവസം കൊണ്ട് 38 കോടി 27 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ ഏറെക്കുറെ ഫൈനൽ റണ്ണിലേക്ക് എത്തപ്പെട്ട സിനിമ കേരള ബോക്സ് ഓഫീസിൽ 40 കോടിയിലേക്ക് എത്തപ്പെടുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ വരാൻ പോകുന്ന ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.